സ്കോട്ട്ലൻഡിനെതിരെ. കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ചവർക്ക് നാടിൻ്റെ അന്ത്യാഞ്ജലി. 45 ഇന്ത്യക്കാരുടെ മൃതദേഹം വ്യോമസേനാ വിമാനത്തിൽ രാവിലെ 10:30 കുവൈറ്റിൽ നിന്ന് കൊച്ചിയിൽ എത്തിച്ചു. 23 മലയാളികളുടെയും തമിഴ്നാട് സ്വദേശികളായ 7 പേരുടെയും ഒരു കർണാടക സ്വദേശിയുടെയും മൃതദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഏറ്റുവാങ്ങി. മുഖ്യമന്ത്രി പിണറായി വിജയൻ, വിദേശകാര്യമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്, പെട്രോളിയം ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപി, സംസ്ഥാന മന്ത്രിമാർ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടങ്ങിയവർ വിമാനത്താവളത്തിൽ അന്തിമോപചാരം അർപ്പിച്ചു. കീർത്തിവർദ്ധൻ സിംഗ് കുവൈറ്റിൽ നിന്ന് മൃതദേഹത്തെ അനുഗമിച്ചു. തമിഴ്നാട് സർക്കാരിനെ പ്രതിനിധീകരിച്ച ന്യൂനപക്ഷ ക്ഷേമമന്ത്രി KE മസ്താൻ നെടുമ്പാശ്ശേരിയിൽ എത്തിയിരുന്നു. മറ്റു 14 പേരുടെ മൃതദേഹവുമായി വിമാനം ഡൽഹിയിലേക്ക് തിരിച്ചു. നെടുമ്പാശ്ശേരിയിൽ എത്തിച്ച മൃതദേഹങ്ങൾ പ്രത്യേക ആംബുലൻസിൽ ജന്മനാട്ടിലേക്ക് കൊണ്ടുപോയി. വാർത്തയുടെ വിശദാംശങ്ങളുമായി നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഡാനി പോളും ഒപ്പം നവമി ദിനേശും ആണ് ചേരുന്നത്. ഡാനി, പതിവിൽ നിന്ന് വ്യത്യസ്തമായൊരു കാഴ്ചയായിരുന്നു ഇന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ. വലിയ സന്തോഷത്തോടെ ഉറ്റവരും ഉടയവരുമൊക്കെ പ്രവാസികൾ മടങ്ങിയെത്തുമ്പോൾ സ്വീകരിക്കുന്ന കാഴ്ചയാണ് സാധാരണ അവിടെ നിന്ന് പങ്കുവയ്ക്കാറുള്ളത് എങ്കിൽ ഇതൊരു സങ്കടക്കടലായിരുന്നു. ആ നൊമ്പരം അടങ്ങാൻ ആകാത്ത ഒന്നായിരുന്നു. എന്തായിരുന്നു സാഹചര്യം? ഇപ്പോൾ മൃതദേഹങ്ങൾ പൂർണ്ണമായും വീടുകളിലേക്ക് മാറ്റിയോ? അഭിലാഷ പറഞ്ഞത് തന്നെയാണ്. കാരണം സമാനതകളില്ല നമ്മൾ ഈ കണ്ട ഒരു കാഴ്ചകൾക്ക്. കാരണം അത് നെടുമ്പാശ്ശേരിയിലെ പല വിമാനത്താവളത്തിലേക്ക് ഇവിടേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന സാധാരണഗതിയിൽ ഈ രീതിയിലുള്ളൊരു കാഴ്ചകൾ നമുക്ക് പതിവില്ലാത്തതാണ്. പക്ഷേ ഇത് അങ്ങേയറ്റം വൈകാരികവും വളരെ കണ്ണുകൾ നനയിപ്പിക്കുന്നതുമെല്ലാം തന്നെയായിരുന്നു, ഒരു സംശയവുമില്ല. 23 പേരാണ് ഇവിടേക്ക് ചേതനയേറ്റ ശരീരം, അവരുടെ ഭൗതിക ശരീരം ഇവിടേക്ക് മടങ്ങിയെത്തിയതെന്നാണ്. പലരും ഇവിടെ നിന്ന് തന്നെ യാത്രയ്ക്ക് പുറപ്പെട്ടവർ എല്ലാം തന്നെ ഇവിടേക്ക് എത്തുന്നു. അവരെ ഏറ്റുവാങ്ങാനെത്തിയ ബന്ധുക്കൾ എല്ലാം തന്നെ അതൊരു തീർത്തും വൈകാരികമായ ഒരു അന്തരീക്ഷം തന്നെയായിരുന്നു കുറേ സമയത്തേക്ക് ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ പൂർണ്ണമായും ബന്ധുക്കൾക്ക് മൃതദേഹങ്ങൾ കൈമാറി കഴിഞ്ഞു എന്നതാണ്. 23 മലയാളികളുടെയും അതോടൊപ്പം തന്നെ 7 തമിഴ്നാട് സ്വദേശികളുടെയും മൃതദേഹങ്ങൾ, ഒരു കർണാടക സ്വദേശിയുടെ മൃതദേഹം, അങ്ങനെ 31 പേരുടെ മൃതദേഹമാണ് ഇവിടേക്ക് വായുസേനയുടെ പ്രത്യേക വിമാനത്താവളത്തിൽ 10:30 മണിയോടുകൂടി കൊച്ചിയിലേക്ക് ഇവിടേക്ക് എത്തിച്ചത്. അതിൽ മരിച്ച ഇന്ത്യക്കാരായ 45 പേരുടെ മൃതദേഹങ്ങൾ കൂടിയുണ്ട്. എങ്കിലും ഇവിടേക്ക് കൊച്ചി വിമാനത്താവളത്തിലേക്ക് എത്തിച്ച 31 പേരുടേതുമാണ്. ഇവരുടെ ഈ ക്ലിയറൻസ് നടപടികൾക്ക് ശേഷം മറ്റു ശേഷിക്കുന്നവരുടെ മൃതദേഹങ്ങളുമായിട്ട് വിമാനം ഡൽഹിയിലേക്ക് തിരിച്ചു പറന്നു. ഇവിടെ മുഖ്യമന്ത്രിയും അടക്കമുള്ളവരെല്ലാവരും തന്നെ അന്തിമോപചാരം അർപ്പിക്കാനായിട്ട് ഇവിടെ കാത്തു നിൽക്കുകയായിരുന്നു. അതിനുശേഷം ഇവിടെ അന്തിമോപചാരം അർപ്പിച്ചതിനു ശേഷമാണ് ഇവർക്ക് ബന്ധുക്കളിലേക്ക് വളരെ പെട്ടെന്ന് മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കാനുള്ള നിർദ്ദേശങ്ങളെല്ലാം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ആ നടപടികളിലേക്കെല്ലാം തന്നെ കടന്നത്. എല്ലാ ആംബുലൻസിനും പൈലറ്റ് വാഹനങ്ങളടക്കം സജ്ജീകരിച്ചിട്ടുണ്ട്. കാരണം വളരെ പെട്ടെന്ന് വീടുകളിലേക്ക് എത്തിക്കുക എന്നതാണ്. 23 പേരിൽ സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ളവരുണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പേർ, 6 പേർ പത്തനംതിട്ടയിൽ നിന്ന് തന്നെയുണ്ട്. മറ്റ് ഇതര ജില്ലകളിൽ നിന്നെല്ലാം തന്നെയുണ്ട്. കാസർഗോഡും കണ്ണൂരും തിരുവനന്തപുരവും കൊല്ലവും ആലപ്പുഴയുമെല്ലാമായി ചിതറപ്പെട്ടതാണ് ആ ഒരു സംഖ്യ. അപ്പോൾ ഇവിടേക്കെല്ലാം വളരെ പെട്ടെന്ന് ഈ കാത്തു നിൽക്കുന്നവരിലേക്കെല്ലാം തന്നെ വളരെ പെട്ടെന്ന് എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് പൈലറ്റ് വാഹനമടക്കം ഈ ഒരു ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചിരുന്നു. ഇനി പുറപ്പെടാനുള്ളത് തമിഴ്നാട് സ്വദേശികളുടെ മൃതദേഹങ്ങളുമായുള്ള ആംബുലൻസുകളാണ്. അത് എല്ലാം സജ്ജമായിരിക്കുന്നു. 7 പേരുടെ മൃതദേഹങ്ങൾ ആംബുലൻസിലേക്ക് മാറ്റിയിരിക്കുന്നു. അവരുടെ മൈനോറിറ്റി സെൽ മന്ത്രിയാണ് ഇവിടേക്ക്
എത്തിയത്, മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്തത്. ഈ ആംബുലൻസിലും പൈലറ്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് അതിർത്തി കടക്കും വരെയും പൈലറ്റ് വാഹനങ്ങൾ അകമ്പടി ഉണ്ടാകും. അതോടൊപ്പം തന്നെ കർണാടക സ്വദേശിയുടെ മൃതദേഹം വിമാനമാർഗമാണ് നാട്ടിലേക്ക് എത്തിക്കുക. അതിനുള്ള ക്രമീകരണങ്ങൾ സംസ്ഥാന സർക്കാർ ചെയ്തിട്ടുണ്ട്. ഏത് രീതിയിൽ, അതായത് ആംബുലൻസിൽ റോഡ് മാർഗം കൊണ്ടുപോകണമെങ്കിൽ ആ രീതിയിലേക്കും സൗകര്യങ്ങൾ ചെയ്യാൻ തയ്യാറായിരുന്നു. വ്യോമമാർഗം കൊണ്ടുപോകാനുള്ളൊരു തെരഞ്ഞെടുപ്പ് നടത്തിയപ്പോഴാണ് ഇന്ന് വൈകിട്ടുള്ള ഹൈദരാബാദ് വിമാനം, അത് ബംഗളൂരു വഴിയാണ്, അതുവഴി അവിടേക്ക് എത്തിക്കുവാനുള്ള ക്രമീകരണങ്ങളും പൂർത്തീകരിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് ഇപ്പോൾ എല്ലാവരുടെയും മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറിയിരിക്കുന്നു എന്നതാണ് അത്യന്തം വൈകാരികമായ നിമിഷങ്ങളായിരുന്നു വിമാനത്താവളത്തിൽ ഉണ്ടായിരുന്നത്. അഭിലാഷ്. നവമി ദിനേശ് കൂടി ചേരുന്നുണ്ട്. നവമി, ഇന്ന് നെടുമ്പാശ്ശേരിയിലെത്തിയത് 45 പ്രവാസികളാണ്. അവരുടെ പ്രവാസ ജീവിതം എന്നേക്കുമായി അവസാനിപ്പിച്ചാണ് അവർ എത്തിയത്. അതിൽ 24 മലയാളികളുണ്ടായിരുന്നു. ഒരാൾ മാത്രം നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങിയില്ല. ബാക്കി 23 മലയാളികൾ. അവരിൽ പതിറ്റാണ്ടുകളായി പ്രവാസ ജീവിതം നയിച്ചവർ ഉണ്ട്, പ്രവാസ ജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ചവർ ഉണ്ട്. പലരും ഒരുപക്ഷെ ഇതേ വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ടവരും ഇവിടെ ഇറങ്ങിയവരും ആയിരിക്കാം. പക്ഷേ ഇന്ന് അവരെ സ്വീകരിക്കാൻ വലിയൊരു നിരയുണ്ടായിരുന്നു. സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, കേന്ദ്ര സഹമന്ത്രിമാർ അടക്കമുണ്ടായിരുന്നു. ആരൊക്കെയാണ് അന്ത്യാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയത്? അഭിലാഷ്, ഒരു വിമാനം ഈ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഇവിടുന്ന് പറന്നു വരുമ്പോൾ അതിൽ നിറയെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ഒക്കെ ആയിട്ടുള്ളവരായിരിക്കും ഇവിടെ വരുന്നവരായിക്കോട്ടെ. തങ്ങളുടെ ബന്ധുക്കളെ അല്ലെങ്കിൽ തൻ്റെ മകനെ, തങ്ങളുടെ ഭർത്താവിനെ, സഹോദരനെ ഒക്കെ യാത്ര അയച്ച് ആ ഒരു വേർപാടിൽ മടങ്ങുന്നവരായിരിക്കും. അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ ഈ വിമാനത്താവളത്തിൽ വരുമ്പോൾ കാണുന്നത്. ഇവിടെ എത്തുന്നവരായിക്കോട്ടെ അവരുടെ അച്ഛനെ കാണുന്നതിൻ്റെ സന്തോഷം, അല്ലെങ്കിൽ സഹോദരനെ കാണുന്നതിൻ്റെ സന്തോഷം, അങ്ങനെ പല സന്തോഷങ്ങളും ദുഃഖങ്ങളും ഒക്കെ നിറയുന്ന ഒരു സ്ഥലത്ത് പക്ഷേ ഇന്ന് ഈ വിമാനത്താവളത്തിൽ ആകെ ദുഃഖം മാത്രമേ ഉള്ളൂ. എല്ലാവരുടെയും മുഖത്ത് ദുഃഖം, ബന്ധുക്കൾ വിങ്ങിപ്പൊട്ടുന്ന അവസ്ഥ, അവർക്ക് എന്ത് പറഞ്ഞ് ആശ്വസിക്കണമെന്നറിയാതെ അങ്ങനെ വലിയൊരു ദുരന്തത്തിന് സാക്ഷ്യം വഹിക്കുകയായിരുന്നു ഇന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളം. ഈ മൃതദേഹങ്ങളെല്ലാം ഇവിടെ എത്തി അവരുടെ ബന്ധുക്കൾ കൈമാറുന്നത് വരെ അവരുടെ നെഞ്ചിലെത്തി. എത്രമാത്രമാണെന്ന് നമുക്ക് ഊഹിക്കുന്നതിനൊക്കെ അപ്പുറത്തേക്കാണ്. തമിഴ്നാട് സ്വദേശികളുടെ അടക്കം മൃതദേഹം, കർണാടക സ്വദേശിയുടെയും ഒക്കെ മൃതദേഹം ഇവിടെ കൊണ്ടെത്തിച്ചപ്പോൾ അവരൊക്കെ എന്ത് പറഞ്ഞ് ആശ്വസിക്കണമെന്നറിയാതെ അല്ലെങ്കിൽ എന്ത് പറയണമെന്നറിയാത്തൊരു അവസ്ഥയിലേക്ക് നിന്ന കാഴ്ചയാണ് നമ്മൾ ഇന്നത്തെ ദിവസത്തിന് സാക്ഷ്യം വഹിച്ചത്. എന്തായാലും ഈ മൃതദേഹങ്ങളെല്ലാം കേരളത്തിൽ ഉള്ള മലയാളികളുടെ മൃതദേഹങ്ങളെല്ലാം അവരവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളത് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് തമിഴ്നാട് സ്വദേശികളുടേതാണ്. അത് അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്യും. അങ്ങനെ വൈകാരികമായൊരു നിമിഷമാണ് ഇന്ന് നെടുമ്പാശ്ശേരിയിൽ സാക്ഷ്യം വഹിച്ചിരുന്നത്. ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ആണ് ഇവിടെ എത്തി സംസ്ഥാന സർക്കാർ എല്ലാ മൃതദേഹങ്ങളും ഏറ്റുവാങ്ങി. അതോടൊപ്പം അവർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുകയും ചെയ്തു. പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാവരും, ജനപ്രതിനിധികൾ എല്ലാവരും തന്നെ ഇവിടെ കൃത്യസമയത്ത് എത്തും. യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ അവർക്ക് മൃതദേഹം ആംബുലൻസിലേക്ക് എടുത്തു വെച്ച് അവരുടെ വീട്ടിലേക്ക് പോകുന്നത് വരെയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തു മുഖ്യമന്ത്രി. ഒപ്പം ആരോഗ്യമന്ത്രി വീണ ജോർജ്, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി, മുൻ മന്ത്രിയായ വി മുരളീധരൻ അടക്കമുള്ള എല്ലാ നേതാക്കളും ഒരു രാഷ്ട്രീയം മാറ്റിവെച്ച് മനുഷ്യനു വേണ്ടി ചെയ്യുന്ന എല്ലാ സഹായങ്ങളും ചെയ്യാൻ വേണ്ടി എല്ലാ മന്ത്രിമാരും എല്ലാവരും എല്ലാ രാഷ്ട്രീയം മറന്ന് ഭരണ പ്രതിപക്ഷ എല്ലാ നേതാക്കളും ഇവിടെ എത്തുകയും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്തു. ബന്ധുക്കൾക്ക് അവർക്ക് ഈ മൃതദേഹം എത്തുന്നത് വരെ വിശ്രമിക്കാനുള്ളൊരു സ്ഥലം ഒരുക്കി കൊടുത്തു. അവർക്ക് വേണ്ട രീതിയിലുള്ള എല്ലാ സഹായവും ചെയ്തു. അങ്ങനെ കേരളം ഒന്നടങ്കം ഇവരെ എല്ലാവരെയും ഏറ്റുവാങ്ങി. ഇവരുടെ മൃതദേഹങ്ങൾ ഇനി വീട്ടിലെത്തുമ്പോൾ എന്തായിരിക്കും ആ വീട്ടുകാരുടെ അവസ്ഥ, ആ കുടുംബത്തിൻ്റെ അവസ്ഥ, മകനെ കാത്തിരുന്ന അച്ഛനും അമ്മയ്ക്കും ആ മകൻ്റെ ഒരു ചേതന അറ്റ ശരീരം കാണുമ്പോൾ എങ്ങനെയായിരിക്കും അവർ ആ ഒരു നിമിഷത്തോട് പ്രതികരിക്കുക എന്നതൊക്കെ നമുക്ക് ഊഹിക്കുന്നതിനുമൊക്കെ അപ്പുറത്തായിരിക്കും. എന്തായാലും കേരളം അവരെ ഏറ്റുവാങ്ങി. കേരളം ഒന്നടങ്കം എല്ലാ ജനങ്ങളും അവർക്കൊപ്പം തന്നെ നിന്നു.
മുഖ്യമന്ത്രിയും കൃത്യസമയത്ത് ഇവിടെ എത്തുകയും ഈ മൃതദേഹങ്ങൾ എത്തുന്നതുവരെ കാത്തിരുന്ന് മൃതദേഹത്തിന് അന്ത്യോപചാരം അർപ്പിച്ചതിന് ശേഷമാണ് ഇവിടെ നിന്ന് മടങ്ങിയത്. ഒപ്പം സുരേഷ് ഗോപിയും ഇവിടെ എത്തുകയും മിനിസ്റ്ററും ഇവിടെ എത്തി അവർക്ക് അന്തിമോപചാരം അർപ്പിച്ചതിന് ശേഷമാണ് ഇവിടെ നിന്ന് മടങ്ങുകയും ചെയ്തത്. അങ്ങനെ ഒരു രാഷ്ട്രീയം മറന്ന് അല്ലെങ്കിൽ എല്ലാ വൈരാഗ്യങ്ങളും ഒക്കെ മറന്ന് ഒരു നാടാകെ ഒന്നടങ്കം ഒരു നമ്മുടെ തന്നെ സഹോദരങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നൊരു നിമിഷമായിരുന്നു ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ സാക്ഷ്യം വഹിച്ചത്. മറ്റൊരു കാര്യം നമ്മൾ എടുത്തു പറയേണ്ടത്, ഈ ഇവിടെ തന്നെ കാർഗോയിൽ നിന്നും ഈ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങി അല്ലെങ്കിൽ മൃതദേഹങ്ങൾ ആംബുലൻസിലേക്ക് വെക്കുവാനും അതോടൊപ്പം ഈ ഒരുക്കി വെച്ചിരിക്കുന്ന ഈ പീഠങ്ങളിലേക്കൊക്കെ എടുത്തു വെക്കാൻ വേണ്ടി സഹായിച്ച നവമി ദിനേശാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഡാനി ഇപ്പോഴും തുടരുന്നുണ്ട്. ഡാനി, പ്രവാസികൾ എന്നത് നമ്മുടെ നാടിൻ്റെ നട്ടെല്ല് കൂടിയാണ്. ആ പ്രവാസികളിൽ 24 പേർ ഒരു ദുരന്തത്തിൽ ഒരുമിച്ച് വിട പറയുന്ന സാഹചര്യം. അവർക്ക് സംസ്ഥാനം ഔദ്യോഗിക ബഹുമതികളോടെയാണ് യാത്രയയപ്പ് നൽകുന്നത്. ഗാർഡ് ഓഫ് ഓണർ നൽകി പോലീസ് അവരെ അന്ത്യാഞ്ജലികൾ അർപ്പിച്ച സാഹചര്യം. ഇപ്പോൾ മൃതദേഹങ്ങൾ എവിടേക്കൊക്കെയാണ് പുറപ്പെട്ടു കഴിഞ്ഞിട്ടുള്ളത്? ഈ മൃതദേഹങ്ങളെല്ലാം തന്നെ പോലീസ് അകമ്പടിയോടെയാണല്ലോ യാത്ര തിരിച്ചത്. അഭിലാഷ്, സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ളവരുടെ മൃതദേഹങ്ങളുണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് 6 പേരും അതോടൊപ്പം തന്നെ തിരുവനന്തപുരം, കണ്ണൂർ, കാസർഗോഡ്, ആലപ്പുഴ, കൊല്ലം, കോട്ടയം തുടങ്ങിയ ജില്ലകളിൽ നിന്നായിട്ടാണ് 23 പേരുള്ളത്. അവരുടെ മൃതദേഹങ്ങൾ കൈമാറിയ ശേഷം വളരെ പെട്ടെന്ന് അവരെ വീടുകളിലേക്ക് എത്തിക്കുക എന്നത് തന്നെയാണ് ഇനിയുള്ള ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്. എങ്കിൽ വീടുകളിലേക്ക് എത്തിക്കുന്നത് മുറയ്ക്ക് മാത്രമേ ഇപ്പോൾ കാര്യങ്ങളെല്ലാം ചെയ്യാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെയ്യാനുള്ള ഒരു നിർദ്ദേശമുണ്ട്. ആ ഒരു ബുദ്ധിമുട്ടും ആർക്കും വരാതെ നമ്മളത് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യണമെന്ന്. അത് ഞങ്ങൾ എല്ലാവരും അതേപോലെ തന്നെ ഭംഗിയായിട്ട് ചെയ്തെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ആ വിഷമത്തിൽ, ഈ ജീവൻ നഷ്ടമായ കുടുംബത്തിൻ്റെ വിഷമത്തിൽ ഞങ്ങൾ പങ്കുചേർന്നുകൊണ്ട് തന്നെ ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള സഹായം ഒരു ജോലി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ചെയ്ത് ആ കുടുംബത്തെ തോന്നി ആ സമയത്ത് ആദ്യത്തെ ഒരു മൃതദേഹം ഇതിൽ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇത്ര ഇങ്ങനൊരു സംഭവം ഇവിടെ നടന്നതും ഇതേമാതിരി തന്നെ ഒരു ഡെഡ് ബോഡിയൊക്കെ വന്നത്. ഞങ്ങൾ പല ഘട്ടത്തിലും ഇവിടെ നിന്ന് മരിച്ചിട്ട് തമിഴ്നാട്ടിലേക്കും മറ്റ് ബീഹാർ അങ്ങനെ സ്ഥലത്തേക്കൊക്കെ ഞങ്ങൾ ഡെഡ് ബോഡി കയറ്റി വിടാറുണ്ട്. അത് 1-2 ഉണ്ടാവുള്ളൂ. ഇത്ര അധികം വന്നത് ആദ്യമായിട്ടാണ്. അത് കയറ്റി വിട്ടപ്പോൾ നമുക്ക് മാനസികമായിട്ടൊരു ടെൻഷൻ വന്നു. അത് ഞങ്ങൾ ദുഃഖം രേഖപ്പെടുത്തുന്നു. തീർച്ചയായും ഈ മൃതദേഹങ്ങൾ വീട്ടിലേക്ക് അയക്കാൻ അടക്കം അതിൻ്റെ ഭാഗമായവർ ഒക്കെയാണ് പ്രതികരിച്ചത്. അവർക്ക് മരിച്ചവർ ആര് എന്നറിയില്ല, അവരുടെ പശ്ചാത്തലം എന്ത് എന്നറിയില്ല. പക്ഷേ സ്വന്തം കുടുംബത്തിൽപ്പെട്ട ഒരാൾ യാത്ര പറയുമ്പോൾ നൽകുന്ന വിടവാങ്ങൽ എങ്ങനെയാണോ അതുപോലെ തന്നെ അവർ ആ യാത്രയയപ്പ് നൽകി എന്ന് വേണം അവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ. ഡാനി, നമ്മൾ നവമിയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം അതായിരുന്നു. ഈ കേരളക്കര ഒട്ടാകെ ഈ തീപിടുത്തമുണ്ടായി എന്നറിയുന്ന നിമിഷം, കുവൈറ്റിൽ ലേബർ ക്യാമ്പിൽ തീപിടുത്തമുണ്ടായി എന്നറിയുന്ന നിമിഷം ആരംഭിക്കുന്നതാണ് കേരളത്തിൻ്റെ ആശങ്ക. അവിടെ ഒരു മലയാളിയെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യത നമ്മളെപ്പോഴും കാണുന്നതാണ്, പ്രത്യേകിച്ച് പ്രവാസ ലോകത്ത്. അതൊന്നല്ല, 5ആയി, 10ആയി, 15ആയി, അങ്ങനെ ആ സംഖ്യ ഉയരുമ്പോഴെല്ലാം മലയാളികൾ ഒന്നടങ്കമാണ് ഈ സങ്കടത്തിൻ്റെ ഭാഗമാകുന്നത്. കുവൈറ്റിൽ മരണമടഞ്ഞവർക്ക് കേരളം അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. ഇന്ന് രാവിലെ 10:30 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് ചേതനയറ്റ അവരുടെ ശരീരം എത്തിച്ചത്. വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗിൻ്റെ നേതൃത്വത്തിൽ ആയിരുന്നു മൃതദേഹം എത്തിച്ചത്. നേരത്തെ ഡൽഹിയിലേക്ക് വിമാനം പുറപ്പെടാൻ ആയിരുന്നു തീരുമാനിച്ചിരുന്നത് എങ്കിലും ഏറ്റവും കൂടുതൽ പേർ നഷ്ടപ്പെട്ടത് കേരളത്തിനാണ് എന്ന കാര്യം സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ അറിയിക്കുകയും അങ്ങനെ വിമാനം നെടുമ്പാശ്ശേരിയിലേക്ക് എത്തുകയുമായിരുന്നു. വിമാനം എത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ഉൾപ്പെടെ ഉള്ളവർ നെടുമ്പാശ്ശേരിയിൽ എത്തിയിരുന്നു. മൃതദേഹം ഏറ്റുവാങ്ങാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരുന്നു. ബന്ധുക്കളും ഉറ്റവരും ഉടയവരും എല്ലാം നെടുമ്പാശ്ശേരിയിൽ എത്തിയിരുന്നു. അങ്ങനെ വലിയൊരു സങ്കടക്കടലിലേക്കാണ് ആ പ്രവാസികൾ ചേതനയറ്റ ശരീരവുമായി എത്തിയത്. അവരുടെ പ്രവാസ ജീവിതം
എന്നേക്കുമായി അവസാനിപ്പിച്ചുകൊണ്ട് എത്തിയത്. ഡാനി അല്പസമയം മുമ്പ് നവമിയോട് പ്രതികരിച്ച ജീവനക്കാർ അവർ എത്രത്തോളം ഭംഗിയായി യാത്രയയപ്പ് നൽകാമോ അതിന് ഞങ്ങൾ ശ്രമിച്ചു, അങ്ങനെ നൽകി എന്നാണ് കരുതുന്നത് എന്നാണ് പ്രതികരിച്ചത്. ഈ അപകടമുണ്ടായ സമയം മുതൽ കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിൽ, പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ഉന്നതതല യോഗം ചേരുന്നു. തൊട്ടടുത്ത നിമിഷങ്ങളിൽ തന്നെ വിദേശകാര്യ സഹമന്ത്രിയെ കുവൈറ്റിലേക്ക് അയക്കുന്നു. അവിടെ നടപടികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കി. കൂടുതൽ കാത്തിരിപ്പ് ഉണ്ടാകരുത്, ഈ ബന്ധുക്കളുടെ, ഉറ്റവരുടെ, ഉടയവരുടെ ഒന്നും കാത്തിരിപ്പ് നീളാൻ പാടില്ല എന്ന നിലപാടെടുത്തുകൊണ്ട് വളരെ പെട്ടെന്ന് മൃതദേഹം എത്തിച്ചു. അങ്ങനെ നെടുമ്പാശ്ശേരിയിൽ നിന്നിപ്പോൾ മൃതദേഹങ്ങൾ അവരവരുടെ വസതിയിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണല്ലോ. ഹലോ നെടുമ്പാശ്ശേരിയിലാണ് ഞങ്ങളുടെ പ്രതിനിധികൾ ഇപ്പോഴും തുടരുന്നത്. ഡാനി പോളും നവമിയുമാണ് അവിടെ തുടരുന്നത്. വീണ്ടും ഡാനിയിലേക്ക് പോകുമ്പോൾ, ഡാനി അല്പസമയം മുമ്പ് വരെ ഏറെ വൈകാരികമായിരുന്നു നെടുമ്പാശ്ശേരി. ഈ പ്രവാസികളെ സ്വീകരിക്കാൻ നെടുമ്പാശ്ശേരിയിൽ വലിയ ക്രമീകരണങ്ങളടക്കം നടത്തിയിരുന്നു. അതിനുശേഷം സംസ്ഥാനം ഔദ്യോഗിക ബഹുമതിയും നൽകിയാണ് അവരെ നെടുമ്പാശ്ശേരിയിൽ നിന്ന് യാത്രയാക്കിയത്. എന്താണ് മറ്റു വിവരങ്ങൾ? അഭിലാഷ, ഇനിയിപ്പോൾ മൃതദേഹങ്ങൾ ഇവരുടെ വീടുകളിലേക്ക് എത്തിക്കുക എന്നത് തന്നെയാണ്, വളരെ പെട്ടെന്ന് വീടുകളിലേക്ക് എത്തിക്കുക എന്നത് തന്നെയാണ് ഇനിയുള്ള ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. ഇപ്പോൾ തമിഴ്നാട് സ്വദേശികളുടെ മൃതദേഹങ്ങൾ മാത്രമാണ് ഇനി ഇവിടെ നിന്ന് കൊണ്ടുപോകാനായിട്ട് ബാക്കിയുള്ളത്. ഈ ഭാഗത്ത് തമിഴ്നാട് സ്വദേശികളുടെ മൃതദേഹങ്ങളുമായുള്ള ആംബുലൻസുകൾ, അത് 7 ആംബുലൻസുകൾ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഈ ഭാഗത്തുനിന്ന് ഇതിനുശേഷം അവർക്ക് ഒരു പൈലറ്റ് വാഹനവും അവർക്ക് സജ്ജമാക്കിയിട്ടുണ്ട്. ഈ പൈലറ്റ് വാഹനം അവർക്ക് അകമ്പടി നൽകുമ്പോൾ വാഹനങ്ങൾ പുറപ്പെട്ട് തുടങ്ങുന്ന ഒരു സമയത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. വാഹനങ്ങൾ ഒന്നായിട്ട് പുറപ്പെടുകയാണ്. അതോടുകൂടി ഇവിടെ എത്തിച്ച മുഴുവൻ പേരുടെയും മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോയി എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. കൊണ്ടുപോയി എന്നതിനേക്കാൾ അപ്പുറം അത് അവരുടെ ബന്ധുക്കൾ അത് ഏറ്റുവാങ്ങിയിരിക്കുന്നു എന്നതാണ്. തമിഴ്നാട് സ്വദേശികളുടെ അവരുടെ മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഇവിടേക്ക് ആ സംഘം എത്തുകയും ഒപ്പം അതിന്റെ നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ട് മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്തത്. അവർ ഇവിടെ പോലീസിന്റെ ഒരു അനുമതിയും കാര്യങ്ങൾക്കും വേണ്ടി നിൽക്കുകയായിരുന്നു. ഇപ്പോൾ അത് പൂർണ്ണമായിരിക്കുന്നു. കോൺവോയ് വാഹനങ്ങളും അവർക്ക് വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നു എന്നതാണ്. 7 ആംബുലൻസുകൾ ഇപ്പോൾ ഇവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്യും. വൈകാതെ ജില്ലാ അതിർത്തി വരെ എന്നതാണ് നേരത്തെ ജില്ലാ കളക്ടർ സംസ്ഥാന അതിർത്തി വരെ എന്നതാണ് അറിയിച്ചിട്ടുള്ളത്. അവിടെ നിന്ന് സംസ്ഥാന അതിർത്തിക്ക് ശേഷം തമിഴ്നാട് സർക്കാരിന്റെ പോലീസ് വാഹനമായിരിക്കും ഇവർക്ക് പൈലറ്റ് നൽകുക. ഇത്ര ദൂരം സംസ്ഥാന സർക്കാരിന്റെ പരിധിയിൽപ്പെടുന്ന ആ ഒരു പ്രദേശം അത്രയും വളരെ പെട്ടെന്ന് കടന്നു പോകുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. യാതൊരു കാരണവശാലും ഒരു ഗതാഗത കുരുക്കിലോ ഒന്നിലുമോ അവർ ചെന്ന് പെടരുത്. വളരെ പെട്ടെന്ന് ഉറ്റവരുടെ കാത്തിരിക്കുന്നവരുടെ ഇടയിലേക്ക് കടന്നു ചെല്ലുക എന്നത് തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടെ 23 മലയാളികളുടെ മൃതദേഹങ്ങളടക്കം ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. അല്പസമയം മുമ്പ് ബന്ധുക്കൾക്ക് കൈമാറിയിട്ടുണ്ട്. ഇതെല്ലാം വളരെ കൃത്യമായിട്ട് ആ സമയത്ത് ഇവിടെ വലിയ തിരക്കുകളും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടാകുമ്പോൾ പോലും അതിനെ ഒന്നും ബാധിക്കാത്ത രീതിയിലേക്ക് ഇത്തരം ഈ മൃതദേഹങ്ങൾ കൈമാറുക, വളരെ പെട്ടെന്ന് അത് കൊണ്ടുപോകാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുക എന്നതൊന്നും ഒരു കാരണവശാലും തടസ്സപ്പെടരുത്, കാലതാമസം ഉണ്ടാകരുത് എന്ന കർശനമായ ഒരു നിർദ്ദേശവും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. മനസ്സിലാക്കുന്നതനുസരിച്ച് മുഖ്യമന്ത്രി അടക്കം ഇക്കാര്യത്തിൽ ഇടപെട്ടിരുന്നു എന്നതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ശരി ഡാനി, ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം കാത്തിരുന്നത് പോലെ തമിഴ്നാട്ടിലും കർണാടകത്തിലുമൊക്കെ
ഒരുപാട് കുടുംബങ്ങൾ ഇവരെ കാത്തിരിക്കുകയാണ്. അവിടേക്കുള്ള യാത്ര ആരംഭിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ ആണ് കാണുന്നത്. നെടുമ്പാശ്ശേരിയിൽ നിന്ന് മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ആംബുലൻസിൽ വാഹനങ്ങൾ പുറപ്പെടുന്നു. നമ്മുടെ സംസ്ഥാന അതിർത്തി പിന്നിടുന്നതുവരെ നമ്മുടെ പോലീസ് സംവിധാനം ഇവർക്ക് കാവലായി പിന്തുടരും എന്നുകൂടി തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ മറ്റ് സംസ്ഥാനത്ത് നിന്നുള്ള പ്രവാസികളുടെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസുകളും പുറപ്പെടുകയാണ്. കുവൈറ്റ് തീപിടുത്തത്തിൽ പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സയാണ് ലഭ്യമാക്കുന്നത് എന്ന് വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് പറഞ്ഞു. വളരെ വേഗം സുഖം പ്രാപിച്ച് അവർക്ക് ആശുപത്രി വിടാനാകുമെന്നും അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിച്ചു. The authorities were very quick about it. They immediately undertook the task of completing the formalities, and we managed to bring back the bodies here as soon as possible. We also visited 5 hospitals where there were around 32 to 35 patients who were being treated of Indian origin who were injured in that fire. I would also like to thank the hospital staff of each hospital that exceptional care is being taken by the hospital staff and the doctors of those patients. കുവൈറ്റിൽ മരിച്ച പത്തനംതിട്ട സ്വദേശികളുടെ മൃതദേഹം തിരുവല്ല ഇടിഞ്ഞില്ലത്ത് ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണകുമാർ ഏറ്റുവാങ്ങും. പത്തനംതിട്ട വാഴമുട്ടം സ്വദേശി മുരളീധരൻ നായരുടെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും. മറ്റ് 4 പേരുടെയും മൃതദേഹം മോർച്ചറിയിലേക്കാണ് മാറ്റുന്നത്. കൊല്ലം ശൂരനാട് സ്വദേശി ഷമീർ ഉമറുദ്ദീൻ്റെ ഖബറടക്കവും ഇന്ന് നടക്കും. ലൂക്കോസ് വടക്കോട്ട്, സാജൻ ജോർജ്, സുമേഷ് പിള്ള, സുന്ദരൻ എന്നിവരുടെ സംസ്കാര ചടങ്ങുകൾ അടുത്ത ദിവസങ്ങളിൽ നടക്കും. മലപ്പുറം കൂട്ടായി സ്വദേശി നൂഹിൻ്റെ മൃതദേഹം ഇന്ന് കൂട്ടായി റാത്തിപ്പള്ളിയിൽ ഖബറടക്കും. വാർത്തയുടെ വിശദാംശങ്ങളുമായി ശരണ്യ സ്നേഹജൻ, മിഥുൻ, ഒപ്പം അനുമോദ് എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശരണ്യയിലേക്ക്. ശരണ്യ, ഈ ദുഃഖത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്നത് പത്തനംതിട്ടയിൽ നിന്നാണ്. അവിടെ വലിയ പ്രതീക്ഷകളുമൊക്കെയായി പോയ നിരവധി പ്രവാസികൾ ഉണ്ട്. അതിൽ ചിലരാണ് ഇത്തരത്തിൽ മടങ്ങിയെത്തുന്നത്. ഇപ്പോൾ എന്താണ് അവിടുത്തെ സാഹചര്യം? എന്താണ് മറ്റു വിവരങ്ങൾ? അഭിലാഷ്, പത്തനംതിട്ട ജില്ലയിൽ നിന്നും 6 പേരാണ് കുവൈറ്റിൽ ജോലി തേടി പോയി കഴിഞ്ഞ ദിവസം ഉണ്ടായ തീപിടുത്തത്തിൽ മരണപ്പെട്ടിട്ടുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ വാഴക്കുന്നം സ്വദേശിയായ മുരളീധരൻ നായരുടെ വീടിന്റെ മുൻഭാഗത്താണ്. അദ്ദേഹത്തിന്റെ സംസ്കാരമാണ് ഇന്ന് നടക്കുക. ബാക്കിയുള്ളവരുടേതൊക്കെ വരുന്ന ദിവസങ്ങളിലായാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ 3:30 ഭൗതിക ശരീരങ്ങൾ വീട്ടിലേക്ക് എത്തിക്കാനാകുമെന്നുള്ള കരുതലിലാണ് ഇപ്പോൾ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വീട്ടുകാരും സംസ്കാര ചടങ്ങിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഇവിടെ ക്രമീകരിക്കുകയാണ്. ഇവിടെ പത്തനംതിട്ട ജില്ലയിൽ നിന്നും ആകാശിന്റെയും ഒപ്പം തന്നെ മുരളീധരൻ നായർ, അദ്ദേഹത്തിന്റെ വീടാണ് എനിക്ക് പിന്നിൽ ഈ ദൃശ്യങ്ങൾ കാണുന്നത്. ആകാശിന്റെ ചടങ്ങുകൾ, അതായത് സംസ്കാര ചടങ്ങുകൾ നടക്കുക ശനിയാഴ്ചയാണ്. സജു വർഗീസിൻ്റെത് തിങ്കളാഴ്ചയാണ്. അവരുടെ പള്ളി സംബന്ധമായ കല്ലറ കെട്ടുന്നതുമൊക്കെയായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കാനുള്ളത് കൊണ്ടാണ് തിങ്കളാഴ്ച അദ്ദേഹത്തിന്റെ സംസ്കാരം മാറ്റിയിട്ടുള്ളത്. കീഴ്വായ്പൂർ സ്വദേശിയായ സിബിന്റെയും സംസ്കാരം തിങ്കളാഴ്ചയാണ്. ഒപ്പം തന്നെ നീരണം സ്വദേശിയായ മാത്യു തോമസ്, അദ്ദേഹം ഇപ്പോൾ താമസിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ പാണ്ടനാടാണ്. അദ്ദേഹത്തിന്റെ സംസ്കാരവും തിങ്കളാഴ്ച നടക്കുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും 6 മൃതദേഹങ്ങളും ഇന്ന് ഇവിടെ എത്തിക്കുമ്പോൾ പോലും പലതും മോർച്ചറിയിലേക്ക് മാറ്റും. വീടുകളിലേക്ക് എത്തിക്കാനുള്ള സാധ്യത കുറവാണ്. മുരളീധരൻ നായരുടെ സംസ്കാരം മാത്രമായിരിക്കും ഇന്ന് നടക്കുക. വൈകിട്ട് 4 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കാനാകും എന്നാണ് കുടുംബം പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ഈ ഒരു ദുരന്തവുമായി ബന്ധപ്പെട്ട ആഘാതമേറ്റ ജില്ലകളിലൊന്നാണ് പത്തനംതിട്ട. 6 പേർ തൊഴിൽ തേടി സ്വപ്നങ്ങളുമായി ജീവിതം സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി കുവൈറ്റിലേക്ക് പോയ 6 പേരാണ് ഇപ്പോൾ ചേതനേറ്റ ശരീരമായി തിരികെ വരുന്നത്. ഇവിടെയൊക്കെ നമ്മളിപ്പോൾ അയൽവാസികളുമൊക്കെയായി, മുരളീധരൻ നായരുടെ അയൽവാസികളുമൊക്കെയായി സംസാരിക്കുകയായിരുന്നു. അവർ പറഞ്ഞത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഗൾഫിൽ നിന്നുള്ള ജീവിതം അവസാനിപ്പിച്ച് മടങ്ങി വന്ന ആളാണ് അദ്ദേഹം. പക്ഷേ പിന്നീട് വീണ്ടും കമ്പനി 1 വർഷം കൂടി സർവീസ് ചെയ്യണമെന്ന പ്രത്യേക അഭ്യർത്ഥന
ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ ഇന്ന് നമുക്ക് പങ്കുവെക്കാനുള്ളത്. ഒപ്പം തന്നെ ഈ കൊല്ലം ജില്ലയിൽ മാത്രം 4 പേരാണ് ഈ ഒരു കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരണപ്പെട്ടിട്ടുള്ളത്. ഇതിൽ മറ്റു 3 പേരുടെ സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ നാളെയാണ് നടക്കുന്നത്. കൊല്ലം ജില്ലയിൽ ഇന്ന് ഷമീറിന്റെ സംസ്കാര ചടങ്ങുകൾ മാത്രമാണ് ഇന്ന് നടക്കുകയും ചെയ്യുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 5 വർഷക്കാലം മുമ്പാണ് ഷമീർ ഈ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് കുവൈറ്റിലേക്ക് പോകുന്നതിന് ശേഷം എല്ലാ വർഷത്തിലും കൃത്യമായി വീട്ടിൽ വരികയും ഒപ്പം തന്നെ മാതാപിതാക്കളെ കാണുകയും ചെയ്യാൻ വരാറുള്ളതാണ്. 1.5 വർഷം മുമ്പാണ് ഷമീറിന്റെ വിവാഹം നടന്നത്. പത്തനാപുരം സ്വദേശിയാണ് ഭാര്യ. അവരെല്ലാം തന്നെ വളരെ ദുഃഖത്തിൽ തന്നെയാണ്. ഒപ്പം തന്നെ രാവിലെ തന്നെ അഭിലാഷ് നമ്മൾ ഇദ്ദേഹത്തിന്റെ ഷമീറിന്റെ സഹോദരനുണ്ട്, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സഹോദരനെ നമ്മൾ കാര്യങ്ങളൊക്കെ ചോദിക്കുകയും ചെയ്യുന്നു. കാരണം ആ ഒരു ഞെട്ടലിൽ നിന്ന് ഇതുവരെയും മാറിയിട്ടില്ല. കാരണം 3 ദിവസം മുമ്പ് കൂടി ഫോണിൽ വിളിച്ച് സംസാരിക്കുകയും ചെയ്തതാണ്. ഒപ്പം തന്നെ അടുത്ത മാസം നാട്ടിലേക്ക് തിരികെ എത്താനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. കാരണം വീട് പണിയുമായി ബന്ധപ്പെട്ട് അതിന്റെ കാര്യങ്ങൾക്കൊക്കെയായി തന്നെ തിരികെ നാട്ടിലേക്ക് വരും. 2 മാസത്തോളം ചെലവഴിച്ചതിന് ശേഷമേ തിരികെ പോകൂ എന്നുള്ള കാര്യമൊക്കെ പറയുകയും ചെയ്യുന്നു എന്നാണ് കുട്ടി നമ്മോട് പറയുകയും ചെയ്തത്. നമുക്ക് ചില പരിമിതികളുണ്ട്. കാരണം ഇവരോടൊക്കെ ചോദിച്ചു മനസ്സിലാക്കാൻ അത്രയും ദുഃഖകരമായ ഒരു സ്ഥിതിവിശേഷത്തിലാണ് അത് കടന്നു പോകുന്നത്. നമുക്ക് പോലും കണ്ണീരണിയിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. അത്രയ്ക്കും തലേന്ന് പോലും ഫോണിൽ വിളിച്ച് സംസാരിച്ച ഭർത്താവ് പിറ്റേ ദിവസം ഇല്ല എന്നുള്ള ഒരു വാർത്ത, അത്തരത്തിലുള്ളൊരു വിയോഗ വാർത്ത പുറത്തു വരുമ്പോൾ അത് എത്രത്തോളം ദുഃഖകരമുണ്ടാക്കുമെന്നുള്ള കാര്യം നമുക്കറിയുകയും ചെയ്യാം. കൂടാതെ തന്നെ ഒരുപക്ഷെ ആ ഒരു ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായി എന്നുള്ള ചെയ്തതിന് പിന്നാലെ ആശുപത്രിയിൽ പരിക്കുകളോടെ ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ ആയിരുന്നു കുടുംബാംഗങ്ങൾക്കുണ്ടായിരുന്ന. ഒപ്പം തന്നെ സുഹൃത്തുക്കൾക്കുണ്ടായിരുന്നത്. തിരികെ മടങ്ങി വരും അത്തരത്തിൽ പരാതിപ്പെടുകയും ചെയ്തു. അതായത് ഷമീറിനെ കാണാനില്ല എന്നുള്ളൊരു പരാതി വരികയും ചെയ്യുന്നു. ആ സമയത്ത് പിന്നീട് കൂട്ടുകാരുടെ ഒക്കെ ഇടപെടലോടുകൂടി പിന്നീടാണ് അറിയുന്നത് മരണം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കൂടാതെ തൊട്ടടുത്ത സമീപത്ത് തന്നെ ഉള്ള ഒരു കമറുദ്ദീൻ എന്ന വ്യക്തി കൂടി ഈ ഷമീറിന്റെ ഒപ്പം താമസിച്ചിരുന്നു. അദ്ദേഹത്തിന് കാലിൽ ഗുരുതരമായി പരിക്കേറ്റ് അവിടെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തലനാരിലേക്കാണ് ആ സുഹൃത്തിനെ രക്ഷപ്പെടാൻ സാധിച്ചത്. പക്ഷേ ഷമീറിനെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഷമീറിനെ യാത്ര അയക്കുന്നതിന് വേണ്ടി ഈ നാടെല്ലാം ഇവിടേക്ക് ഒഴുകിക്കഴിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അത്രയ്ക്കും വിഷമകരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ നിന്നുള്ളത്. മറ്റൊന്ന് നമുക്കറിയാം, കരുനാഗപ്പള്ളി സ്വദേശിയുണ്ട് ഈ മരണത്തിൽപ്പെട്ടത്. ഒപ്പം തന്നെ പുനലൂരിൽ നിന്നുള്ള സ്വദേശിയുണ്ട്. അങ്ങനെ 4 പേരാണ് കൊല്ലം ജില്ലയിൽ നിന്ന് ഈ ഒരു ITBC എന്ന കമ്പനിയിൽ വർഷങ്ങളായി ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഇവർക്കെല്ലാം തന്നെ ജീവഹാനി സംഭവിക്കുന്ന ഒരു സ്ഥലത്തിലേക്ക് പോയി. അവരുടെ തീർച്ചയായും കൊല്ലത്തിനും തീരാ നഷ്ടം തന്നെയാണ്. 4 പ്രവാസികൾ ആണ് മരണപ്പെട്ടത്. ഇപ്പോൾ മരണപ്പെട്ട ഈ തീപിടുത്തത്തിൽ മരണപ്പെട്ട ബാഹുലയിൻ്റെ വസതിയിൽ നിന്നാണ് അനുമോദ് ചേരുന്നത്. അനുമോദ്, ഈ പ്രവാസത്തിൻ്റെ കയ്പും മധുരവുമൊക്കെ മറ്റു മേഖലകളേക്കാൾ കൃത്യമായി അറിയാവുന്നവർ ആണ് മലബാർ മേഖലയിൽ ഉള്ളത്. ബാഹുലയനാകട്ടെ 11 മണി വരെ ജോലി ചെയ്ത് രാത്രി 11 മണിക്കാണ് ഈ ലേബർ ക്യാമ്പിലേക്ക് തിരികെ എത്തിയത് എന്നാണ് അറിയാൻ സാധിച്ചത്. പിന്നീട് കുടുംബം ഈ ആദ്യ പട്ടികയിലൊന്നും ബാഹുലയൻ്റെ പേരില്ല എന്നതിൽ ഏറെ ആശ്വസിച്ചിരുന്നു. പക്ഷേ അത് തുടർന്നില്ല. മണിക്കൂറുകൾക്കകം ആ കണ്ണീർ വാർത്ത ബാഹുലയൻ്റെ കുടുംബത്തെയും തേടിയെത്തി. പ്രദേശവാസികൾക്കൊക്കെ അവിടുത്തെ ക്ലബ്ബും പ്രവർത്തനങ്ങളും ഒക്കെയായി നടന്നിരുന്ന ഒരു പ്രവാസി കൂടിയാണല്ലോ ബാഹുലയൻ. എന്താണ് ആ വീട്ടിൽ നിന്നുള്ള വിവരങ്ങൾ? അഭിലാഷ്, ഞാൻ നിൽക്കുന്നത് ബാഹുലയൻ്റെ ഭൗതിക ശരീരം വന്നാൽ ഉടൻ തന്നെ പൊതുദർശനത്തിന് വെക്കാനുള്ള സൗകര്യം ഒരുക്കിയ ഇടത്താണ്. വീടിനോട് ചേർന്നുള്ള ഇടത്താണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ കഴിഞ്ഞ ദിവസം മുതൽ ഈ ഒരു മരണവാർത്ത അറിഞ്ഞത് മുതൽ ഇവിടേക്ക് ആളുകളുടെ വല്ലാത്ത ഒരു ഒഴുക്കാണ്. അത് പ്രായഭേദമന്യേ, ജാതിഭേദമന്യേ, രാഷ്ട്രീയ ഭേദമന്യേ ഈ നാടിന് എത്രമാത്രം പ്രിയപ്പെട്ടവനായിരുന്നു ബാഹുലയനെന്ന് വിളിച്ചു പറയുന്ന കാഴ്ചകളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം മുതൽ ഇവിടെ കാണുന്നത്. കാരണം ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ തൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹം എല്ലാ മേഖലയും താനുമായി ബന്ധപ്പെടുന്നതും തനിക്ക് ബന്ധമില്ലാത്ത എല്ലാവരുമായി നല്ലൊരു സൗഹൃദം അദ്ദേഹം കാത്തു സൂക്ഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് ഇനി ആകെ നൽകാൻ കഴിയുന്നത് അന്ത്യാഞ്ജലിയാണ്. ഈ നാടിൻ്റെ ഒരു യാത്രാമൊഴിയാണ്. അത് നൽകുവാൻ വേണ്ടി പുലാമന്തോൾ തുരുത്തിലേക്ക് നാടൊഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം തൃശ്ശൂർ അടുത്തെത്താനായി എന്നാണ് കരുതുന്നത്. എവിടെ എത്തിയെന്നാണ് ഇപ്പോൾ? തൃശ്ശൂരെത്തി എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇവിടെ 2:30 കൂടി
എത്തും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എത്തിക്കഴിഞ്ഞാൽ കുടുംബങ്ങളിൽ കാണാനുള്ള അവസരം, അത് കഴിഞ്ഞ് പൊതുജനങ്ങൾക്ക് പൊതു ദർശനത്തിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതായത് മൃതദേഹം വന്നാൽ ആദ്യം വീട്ടിലേക്ക് കൊണ്ടുപോകും. വീട്ടിൽ കൊണ്ടുപോയി ചടങ്ങ് കഴിഞ്ഞതിന് പൊതുദർശനം. എത്ര മണിക്കൂർ പൊതുദർശനം ഉണ്ടാവും? 1 മണിക്കൂർ. 1 മണിക്കൂറോളം. 4 മണിയോടെ ഇവിടുന്ന് അല്ലേ? ഒരു 3.5-4 മണിക്കൂർ കൂടി ഷൊർണൂരിലേക്ക്. ഷൊർണൂരിലാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാരം നിശ്ചയിച്ചിരിക്കുന്നത്. ഷൊർണൂർ ശാന്തി തീരത്താണ്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ 4 മണി വരെ മാത്രമേ ഇവിടെ എത്തുന്നവർക്ക് പൊതുദർശനത്തിന് അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. ഇന്ന് രാവിലെ മുതൽ ഇവിടേക്കുള്ള ആളുകളുടെ ഒരു പ്രവാഹം ഇവിടെ ബാഹുലേനെ അവസാനമായിട്ട് ഒരു നോക്ക് കാണുവാൻ, അന്ത്യാഞ്ജലി അർപ്പിക്കുവാൻ, അതിനുവേണ്ടിയാണ് എല്ലാവരും തന്നെ ഒഴുകിയെത്തുന്നത്. സജീഷ് ബാഹുലേൻ്റെ സുഹൃത്താണ്. ഇന്നലെ മുതൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നതാണ്. സജീഷിൻ്റെ ഒരുപാട് കാലം ഒരുമിച്ചുണ്ടായിരുന്നു. ഇവിടെയാണെങ്കിലും കുവൈത്തിലുണ്ടായിരുന്നു. ബാഹുലേൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എപ്പോഴാണ് നിങ്ങളെ തിരിച്ചെത്തിയത്? ഞാൻ 10 ദിവസം ഒരുമിച്ചായിരുന്നു ജോലി ചെയ്യുന്നത് അവിടെ? 3-4 വർഷം മുന്നേ. ഇപ്പോൾ പുറത്താണ്. വേറെ ഞാൻ വേറെ. എങ്ങനെയാണ് ഓർത്തെടുക്കുന്ന ആദ്യം അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ? കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ എന്താ സ്ഥിതി, ഇപ്പം ഞാൻ നാട്ടിലല്ലായിരുന്നു. അതിൻ്റെ ശേഷം എന്താ സംഭവിച്ചത് എനിക്ക് കറക്റ്റ് അറിയില്ല. അവനെ തിരിച്ച് എത്താനുള്ളൊരു വലിയ ആഗ്രഹത്തിലായിരുന്നു അല്ലേ? അവൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മകൻ്റെ കല്യാണത്തിന് വരാൻ വേണ്ടി നിന്നാണ്. പക്ഷെ ലീവിന് പോയ സ്റ്റാഫുകൾ തിരിച്ചെത്താൻ വൈകിയത് കൊണ്ട് ലീവ് കിട്ടിയില്ല. അപ്പോൾ അവന് ഓണത്തിന് വരും എന്നുള്ളതാണ് പിന്നെ ലാസ്റ്റ് പറഞ്ഞത്. ഈ ഓണത്തിന് വരാനിരിക്കുകയാണ് ഈ ദുരന്തം അവനെ തേടി വന്നത്. വിവാഹത്തിന് വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ വിവാഹത്തിന് വന്നിരുന്നെങ്കിൽ അവന് ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നു. സജീഷ് ഏറെക്കാലം യൂത്ത് കോൺഗ്രസിൻ്റെ ആണെങ്കിലും ഒക്കെ ഒരുമിച്ചുണ്ടായിരുന്നതല്ലേ? എങ്ങനെയായിരുന്നു അക്കാലത്ത്? വളരെ സൗമ്യമായ മുഖം, എല്ലാവരും ചിരിച്ചുകൊണ്ട് സൗഹൃദം സ്ഥാപിക്കുക. ഒരാൾ പോലും അവനെ ഒരു ദേഷ്യത്തോടെ സംസാരിച്ച ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അവനും ഒരുപാട് കാലം, അതായത് 8 വയസ്സ് 9 വയസ്സ് മുതൽ അറിയണതാണ്. പഠനകാലങ്ങൾ ഇന്നലും 3 വയസ്സ് കുറവായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ജോലി ചെയ്തിരുന്നത്, ഒരുമിച്ചായിരുന്നു ഇപ്പോൾ കുവൈത്തിൽ പോയിരുന്നത്. ഞങ്ങളൊക്കെ ഒരുപാട് കുവൈത്തിലാണെങ്കിൽ ഒരുപാട് സൗഹൃദങ്ങൾ സ്ഥാപിക്കാൻ അവന് വളരെ പെട്ടെന്ന് കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. എല്ലാ ഇതും ആ ഒരു സൗഹൃദത്തിൻ്റെ ഇതുകൊണ്ടാണ് അവനിപ്പോൾ ഈ വേറൊരു കമ്പനിയിലേക്ക് NBTC ആയിരുന്നു, നാസർ ബത്ത ട്രേഡ് കമ്പനി എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ ഓണർ പേരാണ്, അറബിയുടെ പേരാണ് നാസർ ബത്ത. അപ്പോൾ അതിൽ വർക്ക് ചെയ്യുന്ന ജിഷാമ് വഴിയാണ് ഇപ്പോൾ അവന് ജോലി കിട്ടിയത്. ആ ജിഷാമ് 2 വിസയാണ് അനുവദിച്ചത്. ഒന്ന് ഞാനും ഒന്ന് ബാഹുലേനും. എനിക്ക് ഇവിടെ പേഴ്സണൽ പ്രശ്നം കാരണം ഞാൻ പിന്നീട് വരാമെന്ന് പറഞ്ഞ് ആ വിസ വേറെ ആൾക്ക് കൊടുത്ത് ഒരു വിസക്ക് ബാഹുലേൻ കയറിപ്പോയി. ഞാനിപ്പോൾ മെയ് മാസം 9-ാം തീയതി ജിഷാമിനെ വീണ്ടും വിളിച്ച് എനിക്ക് കമ്പനിയിൽ വിസ വേണം. അപ്പോൾ അവന് ഞാൻ എൻ്റെ കുട്ടിയുടെ ചോറോണം, അത് 6 മാസം കഴിഞ്ഞ് ഞാൻ പോകാനിരിക്കുകയാണ്. ഞാനും ശരിക്കും ഈ കമ്പനിയിൽ പോകാൻ താല്പര്യപ്പെട്ട് വിസ തരാമെന്ന് പറഞ്ഞ് ജിഷാം ഇരിക്കുകയാണ്. ഈ അപകടം ഇപ്പോൾ തേടി വന്ന് എൻ്റെ ഒരു സുഹൃത്ത്, നല്ല എൻ്റെ കൂടപ്പുറപ്പായിട്ടാണ് ഞാൻ അവനെ. എനിക്കറിയാം. ഞാൻ കൂടുതലൊന്നും അങ്ങോട്ട് ചോദിക്കുന്നില്ല. ഈ ഇടത്ത് ചോദിക്കുന്നത് തന്നെ വിഷമമുണ്ടാക്കുന്നതാണ് എനിക്കറിയാം. ഈ സജീഷിൻ്റെ അയൽവാസി കൂടിയാണ് ബാഹുലേൻ. അപ്പോൾ സജീഷിൻ്റെ കുടുംബത്തിലൊരംഗം പോലെയാണ് ബാഹുലേൻ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരോടൊക്കെ ഈ ഒരു ചോദിച്ചതിനപ്പുറത്തൊന്നും നമുക്കിനി ചോദിക്കാൻ കഴിയുകയില്ല. നമുക്കിവിടുത്തെ ദൃശ്യങ്ങളിൽ കാണാം. അദ്ദേഹത്തെ അവസാനമായിരുന്നു കാണാനാണ് ഇപ്പോൾ പ്രായഭേദമന്യേ ഈ ആളുകളൊക്കെ ഇവിടേക്ക് എത്തുന്നത്. കാരണം ഈ ഒരു 36 വയസ്സ് ജീവിതം തുടങ്ങുന്ന സമയമാണ്. ആ ഒരു സമയത്താണ് ഒരിക്കലും തിരിച്ചു വരാത്ത യാത്ര ബാഹുലേൻ ആരംഭിച്ചിട്ടുള്ളത്. ഈ ഒരു പ്രവാസി എന്ന നിലയിൽ അദ്ദേഹം ഒരു മടങ്ങിവരവില്ലാത്ത ലോകത്തേക്ക് യാത്രയായി കഴിഞ്ഞിരിക്കുന്നു. എന്നാണ് ഈ നാടൊന്നാകെ കാത്തിരിക്കുകയാണ് പ്രിയപ്പെട്ട ബാഹുലേന് അവസാനമായി ഒരു നോക്ക് കാണാൻ, അന്ത്യാഞ്ജലി അർപ്പിക്കാൻ. അഭിലാഷ്. അനുമോദ് സൂചിപ്പിച്ചതുപോലെ ഒരു പ്രദേശത്തിൻ്റെ ഒന്നാകെ നൊമ്പരമായി മാറിയിരിക്കുകയാണ് ബാഹുലേൻ്റെ യാത്ര പറച്ചിൽ. തീപിടുത്തത്തിൽ മരിച്ച കോട്ടയം സ്വദേശികൾ ആയ 3 പേരുടെയും മൃതദേഹം സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലേക്കാണ് മാറ്റുക. ചങ്ങനാശ്ശേരി ഇത്തിത്താനം സ്വദേശി ശ്രീഹരിയുടെ സംസ്കാരം ഞായറാഴ്ചയും, പാമ്പാടി സ്വദേശി സ്റ്റെഫിൻ എബ്രഹാമിൻ്റെയും പായിപ്പാട് സ്വദേശി ഷിബു വർഗീസിൻ്റെയും സംസ്കാരം തിങ്കളാഴ്ചയും നടക്കും.
ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ഇത്തിത്താനത്തുള്ള ചങ്ങനാശ്ശേരിക്ക് സമീപം ഇത്തിത്താനത്തുള്ള ശ്രീഹരിയുടെ വസതിയിലാണ് നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവ്, ശ്രീഹരിയുടെ പിതാവ് പ്രദീപ് ഇന്ന് രാവിലെ തന്നെ വീട്ടിലേക്ക് എത്തിച്ചേർന്നു. എന്തായാലും മൃതദേഹങ്ങൾ വിവിധ സ്വകാര്യ ആശുപത്രി മോർച്ചറികളിൽ സൂക്ഷിക്കുക എന്നുള്ള തീരുമാനമാണ് 3 കുടുംബങ്ങളും എടുത്തിട്ടുള്ളത്. ഞായറാഴ്ചയായിരിക്കും നാളെ സംസ്കാരം നടത്തുക എന്നുള്ളതായിരുന്നു ശ്രീഹരിയുടെ കുടുംബത്തിൻ്റെ ആദ്യ തീരുമാനം. അത് ഞായറാഴ്ച സംസ്കാരം ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് സംസ്കാരം നടത്താനുള്ള തീരുമാനത്തിലേക്കാണ് കുടുംബം ഏറ്റവും ഒടുവിൽ എത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാമ്പാടി സ്വദേശിയായ സ്റ്റെഫിൻ്റെ മൃതദേഹം തിങ്കളാഴ്ച മാത്രമായിരിക്കും സംസ്കരിക്കുക എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഷിബു വർഗീസിൻ്റെ, ഈ പായിപ്പാട് സ്വദേശിയായ ഷിബു വർഗീസിൻ്റെ മൃതദേഹം തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ച ശേഷം തിങ്കളാഴ്ച സംസ്കാരം എന്നുള്ളതാണ് കുടുംബം അറിയിച്ചിരിക്കുന്നത്. മാന്നാനത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് ഈ സ്റ്റെഫിൻ്റെ മൃതദേഹം സൂക്ഷിക്കുക. എന്തായാലും ഈ വിദേശത്ത് മറ്റു പലരും വിദേശത്ത് നിന്ന് ബന്ധുക്കളടക്കം എത്താനുണ്ട്. ആ ഒരു സൗകര്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് സംസ്കാരം തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവെക്കാൻ 2 കുടുംബങ്ങളും തീരുമാനിച്ചത്. ഇപ്പുറത്ത് ശ്രീഹരിയുടെ കാര്യത്തിലും അതാണ് തീരുമാനമുണ്ടാകുക. എന്തായാലും വേദനയോടുകൂടി കാത്തിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഒരു നോക്ക് കാണാൻ ഈ വീട്ടിലെല്ലാവരും. പ്രദീപ്, അതായത് ശ്രീഹരിയുടെ പിതാവ് പ്രദീപ് എത്തിയപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അമ്മയും ഈ ശ്രീഹരിയുടെ അമ്മയും സഹോദരങ്ങളും ഒക്കെ സ്വീകരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. കേവലം ഏതാണ്ട് ഒരാഴ്ച മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ ശ്രീഹരി കുവൈറ്റിൽ ജോലിയിൽ എത്തിയിട്ട്. പ്രദീപാണെങ്കിൽ 8 വർഷത്തോളമായി കുവൈറ്റിൽ ജോലി ചെയ്യുകയാണ്. ഒരേ കമ്പനിയിൽ തന്നെയാണ് 2 പേരും ജോലി ചെയ്യുന്നത്. പക്ഷേ 2 താമസ സ്ഥലത്ത് ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയുള്ളത്. 15 കിലോമീറ്റർ ദൂരെയാണ് പ്രദീപ് താമസിച്ചിരുന്നത്. വിവരം അറിഞ്ഞെത്തിയ ഉടൻ തന്നെ ഈ സംഭവം മൃതദേഹം തിരിച്ചറിയാനുള്ള ശ്രമം നടത്തിയെങ്കിലും കയ്യിലെ ടാറ്റുവും മറ്റും കണ്ടുകൊണ്ടാണ് മൃതദേഹം തിരിച്ചറിയാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് പ്രദീപ് ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്തായാലും വളരെ ബുദ്ധിമുട്ടേറിയൊരു സാഹചര്യത്തിലേക്കാണ് ഈ കുടുംബങ്ങളെല്ലാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റെഫിൻ്റെ കാര്യത്തിൽ പുതിയ വീട് വെച്ച ശേഷം അവിടേക്ക് താമസം മാറാൻ ഇരിക്കുന്നു. ഒപ്പം തന്നെ പുതിയൊരു കാറ് ബുക്ക് ചെയ്ത് ഇന്ന് കിട്ടാനിരിക്കുകയാണ് ഈ വിയോഗ വാർത്ത വീട്ടിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. മാതാവും പിതാവും മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. പിന്നീട് കുവൈറ്റിൽ തന്നെയുള്ള ഒരു സഹോദരൻ നാട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇസ്രായേലിൽ നിന്നുള്ള ഒരു സഹോദരനുമാണ് സ്റ്റെഫിന് ഉള്ളത്. ഷിബു വർഗീസിൻ്റെ കാര്യത്തിലും സമാനമാണ് സ്ഥിതിവിശേഷം. ചെങ്ങന്നൂരിൽ മരിച്ച ഒരാൾ ഷിബു വർഗീസിൻ്റെ ബന്ധു കൂടിയാണ് എന്നുള്ള ഒരു അതുകൂടി ഇതിൻ്റെ ഭാഗമായി വരുന്നുണ്ട്. ഭാര്യയും ഒരു കുഞ്ഞും ഒക്കെയാണ് ഷിബു വർഗീസിനെ സംബന്ധിച്ചും ഉള്ളത്. എന്തായാലും ഈ സംസ്കാരം സംബന്ധിച്ച് ഇനിയും അന്തിമമായ ഒരു വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ പായിപ്പാട് സ്വദേശിയുടെ ഷിബു വർഗീസിൻ്റെ ബന്ധുക്കൾ കൂടി എത്തിയ ശേഷം മാത്രമായിരിക്കും എപ്പോൾ ഏത് സമയത്ത് സംസ്കാരം എന്ന കാര്യത്തിലൊരു അന്തിമമായ വ്യക്തത വരികയുള്ളൂ. തൊട്ടിപ്പുറത്ത് ശ്രീഹരിയുടെ കാര്യത്തിൽ പക്ഷേ പിതാവ് കൂടി എത്തിയതോടെ സംസ്കാരം ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് തന്നെ നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നുണ്ട്. എന്തായാലും ദുഃഖാർത്തരായ കുടുംബങ്ങളാണ് അവർ. വേദനയോടുകൂടി ഇവരെയൊക്കെ ഒരു നോക്ക് കാണാൻ, ഈ പ്രിയപ്പെട്ടവരെ ഒരു നോക്ക് കാണാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. എന്തായാലും നാളെയുമൊക്കെ സംസ്കാരത്തിനനുസരിച്ചായിരിക്കും മൃതദേഹങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവരിക. ആരോഗ്യമന്ത്രി വീണ ജോർജിന് കുവൈറ്റിലേക്ക് യാത്രാനുമതി നിഷേധിച്ചതിൽ വിവാദം. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രതിപക്ഷ നേതാവും കേന്ദ്ര സർക്കാർ നടപടിയെ തള്ളിപ്പറഞ്ഞപ്പോൾ വിവാദം അനാവശ്യമെന്നായിരുന്നു ഗവർണറുടെയും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കം BJP നേതാക്കളുടെയും പ്രതികരണം. യാത്രയ്ക്ക് അനുമതി നൽകാത്തതിൽ അതൃപ്തി സൂചിപ്പിച്ച മുഖ്യമന്ത്രി ഇപ്പോൾ വിവാദത്തിന്റെ സമയമല്ല എന്നും പിന്നീട് വിഷയം ചർച്ച ചെയ്യാമെന്നും പ്രതികരിച്ചു. എൻ്റെ അഭിപ്രായത്തിൽ ശരിയല്ലാത്തൊരു സമീപനം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആ ഒരു വിവാദത്തിന്റെ സമയം അല്ല, അതിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. ഞങ്ങളൊരു മന്ത്രിയെ അവിടെ അയക്കാൻ നിശ്ചയിച്ചിരുന്നു. വീണ ജോർജ് ഇവിടെ വരെ വന്നതാണ്. പൊളിറ്റിക്കൽ ക്ലിയറൻസ് കിട്ടാത്തതുകൊണ്ട് പോകാൻ പറ്റിയില്ല. അത് ഇപ്പോൾ ഒരു ഗൗരവമായ പ്രശ്നമായിട്ട് ഞാൻ ഉന്നയിക്കുകയല്ല. അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് തെറ്റായ സന്ദേശം എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. നമുക്ക് അവിശ്വസനീയമായൊരു സംഭവമാണ് നടന്നത്. മലയാളികൾ ഉൾപ്പെടെയുള്ള നിരവധി ഇന്ത്യക്കാരുൾപ്പെടെയുള്ള നിരവധി ആളുകൾ അവിടെ ഇങ്ങനെ ഉണ്ടായ ദാരുണമായ അപകടത്തിൽ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ഇത്രയും പേരുടെ
മൃതശരീരങ്ങൾ ഒരുമിച്ച് ഏറ്റുവാങ്ങേണ്ട ദൗർഭാഗ്യമാണ് കേരളത്തിലുണ്ടായിരിക്കുന്നത്. നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തത്രയും വലിയ ദുരന്തമാണ്. കുടുംബത്തെ പോറ്റുന്നതിന് വേണ്ടിയും മക്കളെ നോക്കുന്നതിന് വേണ്ടിയും ഒക്കെ ജോലിക്കായി വിദേശ രാജ്യങ്ങളിലേക്ക് പോയി കഷ്ടപ്പെട്ട അവർക്കാണ് ഇങ്ങനെ ഒരു ദാരുണമായ ഒരു അന്ത്യം ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും അവരുടെ കുടുംബങ്ങളുടെ ദുഃഖമെന്ന് പറയുന്നത് വിവരിക്കാൻ കഴിയാത്ത ദുഃഖമാണ്. ആ ദുഃഖത്തിൽ, ആ പ്രയാസത്തിൽ ഞങ്ങൾ എല്ലാവരും പങ്കുചേരുകയാണ്. സംസ്ഥാന സർക്കാരും എയർപോർട്ട് അതോറിറ്റി, കൊച്ചിൻ എയർപോർട്ടും എല്ലാം ആവശ്യമായ സജ്ജീകരണങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. അവർക്ക് പോകാനുള്ള കൊണ്ടുപോകാനുള്ള ആംബുലൻസുകൾ റെഡിയാക്കിയിട്ടുണ്ട്. ആ ആംബുലൻസിൽ അവരുടെ ബന്ധുക്കളെ കൂടി കയറ്റിവിടാൻ വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് കൂടി ഇവിടെ എല്ലാവരും ചേർന്ന് ചെയ്തിട്ടുണ്ട്. ഇതിനപ്പുറത്ത് നമുക്ക് എന്ത് ചെയ്യാൻ നമുക്ക് കഴിയും? നമ്മളെല്ലാം നിസ്സഹായരായി, വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്തവരായി ആ കുടുംബത്തിന്റെ മുന്നിൽ നിസ്സഹായരായി നിൽക്കുകയാണ് നമ്മളെല്ലാവരും. വേറെ ഒന്നും നമുക്ക് പറയാൻ പോലും ഇല്ല, വാക്കുകൾ പോലും ഇല്ലാത്ത ഘട്ടത്തിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. ഒരു കുറ്റവും പറയാനാകാത്ത തരത്തിലുള്ള ഇടപെടലുകളാണ് വിദേശകാര്യമന്ത്രി നടത്തിയത് എന്നും അനാവശ്യമാണ് വിവാദമെന്നും BJP നേതാക്കൾ പ്രതികരിച്ചു. ഒരു മന്ത്രിയെ അവിടെ അയച്ച് എല്ലാ നടപടികളും പൂർത്തിയാക്കിയിട്ടുണ്ട്. അടിയന്തരമായ മറ്റൊരു സാഹചര്യവുമില്ല. സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർ പോയി ചെയ്ത് തീർക്കേണ്ട എന്തെങ്കിലും ഒരു അടിയന്തര സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല. ഈ വിവാദം അനാവശ്യമാണെന്ന് മാത്രമേ എനിക്ക് പറയാൻ. അവിടെ ഏകോപനത്തിന് യാതൊരു തടസ്സവും ഉണ്ടായിട്ടില്ല. ഒരു പരാതിയും ഇത് സംബന്ധിച്ച് ഒരു കുടുംബാംഗങ്ങളിൽ നിന്നും ഉണ്ടായിട്ടില്ല, മലയാളി സമൂഹത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് മറ്റുള്ള വിഷയങ്ങൾ ഒരു അനാവശ്യമായിട്ടുള്ള ചർച്ചയ്ക്ക് വഴിയൊരുക്കുന്നു എന്ന് മാത്രമേ. ഈ സമയത്ത് അങ്ങനെയുള്ള വിവാദങ്ങൾക്കൊന്നും ഒരു സ്ഥാനവും. നിങ്ങളിതിൽ രാഷ്ട്രീയം കാണാം. രാജ്യത്തിന്റെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി എന്ന് പറയുന്നത് ഇതിങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ആ വിഷയങ്ങളിലൊക്കെ സ്റ്റേറ്റുകൾക്ക് നിങ്ങൾ പലപ്പോഴും മുറവിളി കൂട്ടുന്ന കോഓപ്പറേറ്റീവ് ഫെഡറലിസത്തിന്റെ സ്ട്രക്ചറിനകത്ത് നിന്നുകൊണ്ട് മാത്രമാണ് അതിനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. പക്ഷെ രാജ്യത്തിന്റെ ആവശ്യം നിർവഹിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടുള്ളവർ അത് കൃത്യമായി ചെയ്തിട്ടുണ്ട്. അതിലെന്തെങ്കിലും വീഴ്ച വന്നെങ്കിൽ നിങ്ങൾ ചോദ്യം ചെയ്യും. അവരെല്ലാം ഭാരതീയരാണ്, ഭാരതത്തിന്റെ മക്കളാണ്. കാര്യം നടക്കുമ്പോൾ ഇത് രാജ്യത്തിന് മുഴുവൻ ദുരന്തമാണ്, രാജ്യത്തിന്റെ മുഴുവൻ ദുഃഖകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അനാവശ്യമായിട്ടുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ചില ആളുകൾ നടത്തുന്ന ആ ശ്രമം വേദനാജനകമാണ്. ദുരന്തമുഖത്ത് രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാവുകയല്ല വേണ്ടത്. രാജ്യത്തെ നിയമങ്ങളും നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ട് എല്ലാവരും അത് പാലിച്ചുകൊണ്ട് പോകുന്നു എന്ന് ഉറപ്പുവരുത്തുകയാണ് വേണ്ടത്. യാത്രയ്ക്ക് അനുമതി നിഷേധിച്ചതിൽ കേന്ദ്ര സർക്കാരിന് എതിരായ വിമർശനം വീണ ജോർജ് ഇന്നും ആവർത്തിച്ചു. അതിനുശേഷം ഒരു കമ്മ്യൂണിക്കേഷനും ഉണ്ടായിട്ടില്ല. അതിലിപ്പോൾ കാരണം നമ്മൾ ഒരു വലിയ ദുഃഖത്തിന്റെയും ദുരന്തത്തിന്റെയും മുഖത്താണുള്ളത്. ഒരു ദുരന്തമുഖത്ത് ഇത് വേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ പറയാനുള്ളത്. തീർച്ചയായിട്ടും അതിനുശേഷം ഇക്കാര്യങ്ങൾ കാരണം ഒരു വാക്കിനും ഒരാൾക്കും ആശ്വസിപ്പിക്കാൻ കഴിയാത്തത്ര അതിതീവ്ര ദുഃഖത്തിലാണ്. ഞാൻ ഇന്നലെ ഒരു വീട്ടിൽ കടന്നു ചെന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ നമുക്കവിടെ നിൽക്കാൻ കഴിയില്ല. അത്രയും വളരെ കഠിനമായിട്ടുള്ള വിഷയം. കാരണം തലേദിവസം രാത്രിയും സംസാരിച്ച് ഉറങ്ങാൻ പോയവർ പിറ്റേന്ന് ആ മക്കളില്ല, അല്ലെ സഹോദരങ്ങളില്ല. അതൊരു വലിയ ഭയാനകമായിട്ടുള്ള ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ വ്യക്തികളെ സംബന്ധിച്ചും കുടുംബങ്ങളെ സംബന്ധിച്ചും നാടിനെ സംബന്ധിച്ചും തീരാത്ത ദുഃഖമാണ്, തീരാത്ത നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ ഇത് മാത്രമാണ് പറയാനുള്ളത്. നമ്മൾ ഈ മനുഷ്യന്റെ കണ്ണീരിലും ദുഃഖത്തിലും ഒക്കെ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുമെന്നൊരു മാനുഷികമായി നമുക്ക് ചിന്തിക്കാനും മനസ്സിലാക്കാനും കഴിയാത്തൊരു കാര്യമാണ്. പരിക്കേറ്റവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട ചികിത്സ ഉറപ്പാക്കുന്നതിനും ഏകോപനത്തിനും സന്ദർശനം അനിവാര്യമായിരുന്നുവെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. സ്റ്റേറ്റിന്റെ കോർഡിനേഷനെ ബാധിച്ചിട്ടില്ല. കാരണം ചീഫ് സെക്രട്ടറി അതാത് സമയങ്ങളിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷെ കുറച്ചുകൂടി നന്നായി ചെയ്യാമായിരുന്നു. അതുകൊണ്ടാണ് ക്യാബിനറ്റ് കൂടിയപ്പോൾ തന്നെ വളരെ പെട്ടെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രിയെ അങ്ങോട്ട് അയക്കാനുള്ള നിർദ്ദേശം എടുത്തത്. ടിക്കറ്റ് ഉൾപ്പെടെ എടുത്തിട്ടാണ് കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന്റെ അനുമതിക്ക് വേണ്ടി അയച്ചു കൊടുത്തത്. അത് നിഷേധിക്കപ്പെട്ടത് വളരെ ദൗർഭാഗ്യകരമായി പോയി. അങ്ങനെ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ഒരു ദുരന്ത മുഹൂർത്തത്തിൽ അത്തരം വിധത്തിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതില്ല എന്നുള്ളത് കൊണ്ട് ഇപ്പം അതിനൊരു ചർച്ചയ്ക്ക് വിധേയമാക്കുന്നില്ല. ആരോഗ്യമന്ത്രി കുവൈറ്റിൽ പോയിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലായിരുന്നു എന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. They are reaching today, so you go yesterday, you go
come back again today. What is the actual work which will be done there? Already the government of India's ministers were in Kuwait and they are bringing today. So yesterday and today few hours are there. So what will you achieve there even if you are able to reach there? തീപിടുത്തത്തിൽ മരിച്ച കാസർഗോഡ് കുണ്ടടുക്കം സ്വദേശി രഞ്ജിത്തിൻ്റെയും തൃക്കരിപ്പൂർ എളമ്പച്ചി സ്വദേശി കുഞ്ഞിക്കേളുവിൻ്റെയും സംസ്കാരം ഇന്ന് രാത്രി നടക്കും. KV ബൈജുവിൻ്റെ റിപ്പോർട്ടിലേക്ക്. നമ്മളിപ്പോൾ ഉള്ളത് ചെങ്കള കൊണ്ടെടുക്കത്തെ രഞ്ജിത്തിൻ്റെ വീട്ടിലാണ്. ഇവിടെ സംസ്കാര ചടങ്ങുകൾക്കായുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുകയാണ്. നാട്ടുകാരും ബന്ധുക്കളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ദുഃഖസാന്ദ്രമായ ഒരു അന്തരീക്ഷം തന്നെയാണ് ഇവിടെ ഉള്ളത്. നമുക്കൊപ്പം ശിവപ്രസാദ്, അതായത് ഇവിടുത്തെ പഞ്ചായത്ത് അംഗം തന്നെ ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഒരുക്കങ്ങളെന്ന് നമുക്ക് ചോദിക്കാം. എങ്ങനെയാണ് ഏത് രീതിയിലാണ് ക്രമീകരിച്ചത്? ഒരു 6:30 മണിയോടുകൂടി ഇവിടെ എത്തുമെന്നാണ് കരുതുന്നത്. 6:30 മണിക്ക് എത്തിയാൽ ഇവിടെ ഈ തൊട്ട് കാണുന്ന ഇവിടെയാണ് ഇപ്പോൾ പൊതുദർശനത്തിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു 1 മണിക്കൂർ നാട്ടുകാർക്കും വന്ന മറ്റ് നമ്മുടെ സഹായത്തുകൾക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഒരു 1 മണിക്കൂർ കഴിഞ്ഞാൽ അവരെ വീട്ടിൽ വെച്ച് അവരെ കുടുംബക്കാർക്ക് കാണാൻ അവിടെ ആക്കി അവരെ കുടുംബത്തിൻ്റെ തന്നെ ഒരു ശ്മശാനമുണ്ട് തൊട്ട് താഴെ, വീട്ടിന് താഴെ, അവിടെ സംസ്കരിക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. രഞ്ജിത്തിനെ കുറിച്ച് എങ്ങനെയാണ്? അതെ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വളരെ വേദനാജനകമായ സംഭവമാണ്. ഞങ്ങളുടെ നാട് എന്ന് പറഞ്ഞാൽ പ്രവാസി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. എല്ലാ കുടുംബത്തിലും ഒരാളെങ്കിലും പ്രവാസി മേഖലയിൽ പോകുന്ന ഒരാളാണ്, ഗൾഫിലേക്ക് ഉൾപ്പെടെ പോകുന്ന ഒരാളാണ്. അങ്ങനെയാണ് ജീവിത പ്രയാസങ്ങൾ, കുടുംബ പ്രയാസങ്ങളെല്ലാം കാരണം അങ്ങോട്ടേക്ക് പോയത്. ഇപ്പോൾ രഞ്ജിത്തിൻ്റെ അച്ഛൻ രവിയേട്ടൻ വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ അംഗമാണ്. അദ്ദേഹം കൂലിപ്പണിയൊക്കെ എടുത്താണ് കുടുംബം പോറ്റിയിരുന്നത്. 3 മക്കളായിരുന്നു. ഒരു മകളുടെ കല്യാണം പഠിത്ത് കഴിഞ്ഞു. അനുജനും ഇപ്പോൾ ഗൾഫിൽ തന്നെയാണ്. അങ്ങനെ ജീവിത പ്രയാസങ്ങളായിട്ടാണ് പോയത്. 10 വർഷങ്ങൾക്ക് മുന്നേ പോയത്. അവിടെ ഒരു ജോലി തുടങ്ങി, അങ്ങനെ പ്രൊമോഷനായി ഇപ്പോൾ അക്കൗണ്ടൻ്റായി നിൽക്കുകയാണ്. ഇപ്പോൾ നല്ലൊരു സാമ്പത്തികമുള്ള ഒരു ജോലിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് വീട് കെട്ടി അതും നമ്മുടെ സർവീസ് സഹകരണ ബാങ്കിൽ ഉൾപ്പെടെ ലോൺ എടുത്തിട്ടാണ് വീട് കെട്ടിയത്. ആ വീട് കെട്ടിയതിൻ്റെ ഹൗസ് വാമിങ് കഴിഞ്ഞാണ് രഞ്ജിത്ത് തിരിച്ച് പോയത്. അതിനുശേഷം അടുത്ത മാസം വരാനിരിക്കുകയാണ്. ഒരു കല്യാണമൊക്കെ കഴിക്കണമെന്നാണ് നാട്ടുകാരോടൊക്കെ പറഞ്ഞൊരു കല്യാണം കഴിച്ച്, ഇവിടെ അച്ഛനും അമ്മയ്ക്കും ആരുമില്ല, അപ്പോൾ ഒരു കല്യാണം കഴിച്ച് വീട്ടിലൊരാളുണ്ടാകണമെന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് പോയിട്ട് തിരിച്ചു വരാൻ നിൽക്കുന്ന സമയത്താണ് ഈ സംഭവം ഉണ്ടായത്. നാട്ടിനകത്ത് വളരെ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. കുവൈറ്റിലായിരുന്നപ്പോഴും സൗഹൃദ ബന്ധങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കാൻ എല്ലാവർക്കും ബന്ധപ്പെടാനുള്ളൊരു ശ്രമം ഉണ്ടായിരുന്നു. നാട്ടിൽ വന്നാൽ തന്നെ നാട്ടിലെ AKG ക്ലബിൻ്റെ ഒക്കെ തന്നെ പ്രവർത്തനങ്ങളൊക്കെ സജീവമായ ഒരു ചെറുപ്പക്കാരനായിരുന്നു രഞ്ജിത്ത്. അതാണ് കാര്യം. ഏതായാലും നാട്ടുകാർക്കും അതുപോലെ തന്നെ വീട്ടുകാർക്കും ഏറെ പ്രിയപ്പെട്ട ഒരാളെയാണ് നഷ്ടമായത്. ശിവപ്രസാദ് സൂചിപ്പിച്ചതുപോലെ കുടുംബ ശ്മശാനത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. എന്തായാലും ഈ കുഞ്ഞിക്കേളു 25 വർഷമായി ഇത്തരത്തിൽ കുവൈത്തിൽ പ്രവാസ ജീവിതം നയിക്കുകയായിരുന്നു. ഈ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് തിരിച്ച് നാട്ടിലേക്ക് മടങ്ങാനുള്ള ഒരു ഒരുക്കത്തിനിടെയാണ് ഈ അപകടത്തിൽ ഉണ്ടായതും മരണം സംഭവിക്കുകയും ചെയ്തത്. എന്തായാലും വലിയ ദുഃഖസാന്ദ്രമായ അന്തരീക്ഷം തന്നെയാണ് തൃക്കരിപ്പൂറുമുള്ളത്. കാലിക്കടവിലാണ് കുഞ്ഞിക്കേളുവിൻ്റെ പൊതുദർശനം ഉണ്ടാവുക. അതിനുശേഷം വീട്ടിൽ കൊണ്ടും ചടങ്ങുകൾ നടത്തിയതിനു ശേഷം കാലിക്കടവ് തന്നെയുള്ള ശ്മശാനത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടത്തുന്നത്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം ഗ്രാമിന് 6565 രൂപ, പവൻ 52,520. 18 ക്യാരറ്റ് ഗ്രാമിന് 5480, പവൻ 43,840. വെള്ളി ഗ്രാം 94, കിലോ 94,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത വാർത്ത അല്പസമയത്തിനകം. നമസ്കാരം.
കാശും. സ്പോട്ട് ലൈവ് ആരംഭിക്കുകയാണ്. കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ചവർക്ക് നാട് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. 45 ഇന്ത്യക്കാരുടെ മൃതദേഹം വ്യോമസേന വിമാനത്തിൽ 10:30 കുവൈറ്റിൽ നിന്ന് കൊച്ചിയിലേക്ക് എത്തിച്ചു. 23 മലയാളികളുടെയും തമിഴ്നാട് സ്വദേശികളായ 7 പേരുടെയും ഒരു കർണാടക സ്വദേശിയുടെയും മൃതദേഹമാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഏറ്റുവാങ്ങിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, വിദേശകാര്യമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ്, പെട്രോളിയം ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപി, സംസ്ഥാന മന്ത്രിമാർ, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ തുടങ്ങിയവർ വിമാനത്താവളത്തിൽ അന്തിമോപചാരം അർപ്പിച്ചു. കീർത്തിവർദ്ധൻ സിംഗ് കുവൈറ്റിൽ നിന്ന് മൃതദേഹത്തെ അനുഗമിച്ചു. തമിഴ്നാട് സർക്കാരിനെ പ്രതിനിധീകരിച്ച് ന്യൂനപക്ഷ ക്ഷേമമന്ത്രി കെ.ഇ. മസ്താൻ നെടുമ്പാശ്ശേരിയിൽ എത്തിയിരുന്നു. മറ്റ് 14 പേരുടെ മൃതദേഹവുമായി വിമാനം ഡൽഹിയിലേക്ക് തിരിച്ചു. നെടുമ്പാശ്ശേരിയിൽ എത്തിച്ച മൃതദേഹങ്ങൾ പ്രത്യേക ആംബുലൻസിൽ ജന്മനാട്ടിലേക്ക് കൊണ്ടുപോയി. നവമി ദിനേശ് നെടുമ്പാശ്ശേരിയിൽ ഉണ്ട്. നവമി, മൃതദേഹങ്ങൾ എത്തിച്ചു. അവരവരുടെ സ്വദേശങ്ങളിലേക്കാണ് ഇപ്പോൾ മൃതദേഹങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. സംസ്കാര ചടങ്ങുകളൊക്കെ തീരുമാനമായിട്ടുണ്ട്. മറ്റെന്തൊക്കെയാണ് വിവരങ്ങൾ? ദുഃഖസാന്ദ്രമാണ് അന്തരീക്ഷം. വല്ലാത്ത തരത്തിലാണ്. കാരണം ഒരുപാട് സ്വപ്നങ്ങളുമായി നാട് വിട്ടുപോയി പ്രവാസ ജീവിതം നയിച്ച് വിവിധ കാര്യങ്ങൾ സാധിച്ചെടുക്കാനായി പോയവരാണ് ഇത്തരത്തിൽ ഒരു ദുരിതത്തിൽ അകപ്പെട്ടിരിക്കുന്നത്. മറ്റെന്തൊക്കെയാണ് വിവരങ്ങൾ? എന്തൊക്കെയായിരുന്നു അവിടുത്തെ ദുഃഖകരമായ കാഴ്ചകൾ? രഞ്ജിത്ത്, മലയാളികളുടെയും തമിഴ്നാട് സ്വദേശികളുടെയും കർണാടക സ്വദേശിയുടെയും മൃതദേഹം അവരവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോയി. ഇന്ന് വൈകാരികമായുള്ളൊരു കാഴ്ചയായിരുന്നു നെടുമ്പാശ്ശേരി വിമാനത്താവളം സാക്ഷ്യം വഹിച്ചത്. നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ മൃതദേഹം ഏറ്റുവാങ്ങിയതിന് ശേഷം അവരുടെ ബന്ധുക്കളുടെ കരച്ചിൽ, അതൊക്കെ അത്രമാത്രം വൈകാരികമായി കണ്ടു നിൽക്കുന്നവർക്കാർക്കും സഹിക്കാൻ കഴിയാത്ത അത്ര വലിയ വേദനയാണ് തന്നതും. അപ്രതീക്ഷിതമായിട്ടുള്ള തൻ്റെ ഉറ്റവരുടെ വിയോഗം, അതും ഈ മരണത്തിന് തലേ ദിവസം അല്ലെങ്കിൽ അതിന് രാവിലെ പോലും ബന്ധുക്കളെ വിളിച്ച് സുഖാന്വേഷണം നടത്തി നാട്ടിലേക്ക് വരാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ അത്രയും സന്തോഷത്തോടെ നിന്നവരാണ് അപ്രതീക്ഷിതമായി തങ്ങളെ വിട്ട് പിരിഞ്ഞു എന്ന് ബന്ധുക്കൾ അറിയുമ്പോഴുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ അതെത്രമാത്രമാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ മൃതദേഹങ്ങളെല്ലാം ഏറ്റുവാങ്ങിയത്. അദ്ദേഹം രാവിലെ തന്നെ നെടുമ്പാശ്ശേരിയിലെത്തുകയും അദ്ദേഹത്തിനോടൊപ്പം ആരോഗ്യമന്ത്രിയും പി രാജീവും ഉൾപ്പെടെയുള്ള കെ.എസ്. രാധാകൃഷ്ണൻ എം.പി